കുഞ്ഞാറ്റെ അവളെ സ്കൂളിലാക്കിയിട്ടാണ് ആദ്യക്ക് കോളേജിലേക്ക് പോയത്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തുമ്പ അപ്പൊ തന്നെ ആ ചേട്ടനെ വിളിക്കണം കേട്ടല്ലോ. ഇനി അഥവാ എന്നെ കിട്ടിയില്ലെങ്കിൽ കെവിനെ മറന്നു പോകരുത്. ഇനി ഒരിക്കൽ കൂടെ പറയേണ്ടി വരരുത്. കാറിൽ നിന്നും ഇറങ്ങി കോളേജിലേക്ക് കയറി നിൽക്കുമ്പോഴാണ് ആദ്യ തുമ്പയോട് പറഞ്ഞത്. തുമ്പ ആദ്യം നോക്കിയൊന്ന് മോളി. മൈനെ, നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വഴി. നീ ഇങ്ങനെ വിഷമിച്ച് നടക്കലേ. വിഷമിക്കാൻ ഒന്നുമില്ലാതെ ഏട്ടാ. ഈ അവഗണന ഒക്കെ ആദ്യമായി അല്ലല്ലോ. അതുകൊണ്ട് അതിപ്പോ ശീലമായി. ഏട്ടൻ വയ്ക്കൂ, ഞാൻ ഹാപ്പിയാണ്. തുമ്പയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മൈന പറഞ്ഞു. എന്നാ ശരി, വൈകിട്ട് ഞാൻ വരാം കേട്ടോ. ആ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്താൽ മതി. ആദ്യ കാർ തിരിച്ചു പറഞ്ഞിട്ട് പോയി. മൈനെ, നീ ഇങ്ങനെ മൂടിക്കെട്ടി നടക്കലടി. നീ എപ്പോഴും ചിരിച്ചു കളിച്ച് നടക്കുന്നതാണ് എനിക്കിഷ്ടം. തുമ്പ സങ്കടത്തോടെ പറയുമ്പോൾ മൈന അവളെ ചേർത്ത് പിടിച്ചു നടന്നു. രണ്ടാളും കാണാൻ ഏകദേശം ഒരുപോലെയാണെങ്കിലും മൈന ശരിക്കും ഒരു ആൺകുട്ടിയാണ്. അവളുടെ പ്രവൃത്തിയും ഡ്രസ്സിങ്ങും തലമുടിയും ഒക്കെ. പക്ഷെ കെവിന്റെ കാര്യം പറയുമ്പോൾ അവൾ അസലൊരു നാടൻ പെൺകുട്ടിയാവും. അപ്പോഴാണ് അവളുടെ മുഖത്തൊരു നാണമോ വിഷമമോ ഒക്കെ കാണാൻ കഴിയുക. എന്നാൽ ആ മുഖത്ത് വിഷമം വരുന്നത് ആദ്യം തുമ്പയ്ക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. കെവിനോട് രണ്ടാൾക്കും ആകെയുള്ള പിണക്കം മൈനയെ കാണുമ്പോഴുള്ള ഈ ഒഴിഞ്ഞുമാറ്റമാണ്. എന്താവും തുമ്പേ ഈ ചേന് എന്നെ ഇഷ്ടമല്ലാത്തത്? ഒരിക്കലും എന്നെ സ്നേഹിക്കില്ലേ? എന്നെ സ്നേഹിക്കാൻ കൊള്ളില്ലേ തുമ്പേ? എന്തൊക്കെയാ മൈന നീ പറയുന്നത്? ചേട്ടായിക്ക് നിന്നെ ഇഷ്ടാകും. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ കാത്തിരുന്നാ മതി. മൈനയുടെ കവളിൽ അമർത്തി ഉമ്മ വെച്ച് തുമ്പ. അപ്പോഴേക്കും ഇരുവരും ക്ലാസ്സിലെത്തിയിരുന്നു. പിന്നെ ഫ്രണ്ട്സും ഒക്കെ ചേർന്ന് ചിരിച്ചും കളിച്ചിരുന്നു. പിന്നെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് തുമ്പയെ കയ്യിൽ പിടിച്ച മിഥുന്റെ ഗ്യാങ്ങിൽപ്പെട്ട 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളെയും ഇരുവരും കണ്ടത്. മൈനെ, വഴക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് വേഗം പോകാം. ആ ചേട്ടൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കും. മൈനയുടെ കയ്യിൽ മുറുകെ പിടിച്ച് അവരെ നോക്കാതെ ഗേറ്റിലേക്ക് നോക്കി നടന്ന തുമ്പ. ദേ മൈനെ, ഗേറ്റിന്റെ അവിടെ നോക്ക്. ആ ചേട്ടൻ സന്തോഷത്തിൽ ആ കണ്ണുകൾ വിടത്തി തുമ്പ പറഞ്ഞു. ആദ്യേട്ടാ, ദേ അതുങ്ങളാണ് മറ്റവന്റെ ഗ്യാങ്ങിലുള്ളത്. കുറച്ച് മാറി നിൽക്കുന്ന അവരെ കാണിച്ചുകൊണ്ട് മൈന പറഞ്ഞു. അവരെ ഞങ്ങളെ മാറി മാറി നോക്കിയിട്ട് അച്ചേട്ടനും വിളി. തുമ്പ പിണക്കത്തോടെ മൈനെ നോക്കി. അവൾ തിരികെ കണ്ണ് ചിമ്മിന്ന് ചിരിച്ചു. എന്താണ് ആ ചേട്ടന് തുമ്പപ്പൂവിന്റെ മുഖത്തൊരു വാട്ടം? ആരെങ്കിലും എന്റെ പൂവിനെ വഴക്ക് പറഞ്ഞോ മൈനെ? ഓ, അതൊന്നും അല്ലെന്റെ ആദ്യേട്ടാ. ആ ഗ്യാങ്ങിനെ കാട്ടി തന്നോണ്ടാ അത് കൊച്ചിന് പിടിച്ചില്ല ആണോടാ? ആദ്യം തുമ്പയെ നോക്കി ചോദിച്ചു. അവളൊന്നും മിണ്ടാതെ ആദ്യം നോക്കി. പിന്നെ വീണ്ടും മുഖം കൂർപ്പിച്ചിരുന്നു. മൈനെ, ഇന്ന് വീട്ടിലുണ്ടല്ലോ ബീനാമ്മ വന്നിട്ടുണ്ടേ. അവളെ ആർക്കോ ചിക്കൻ ബ്രോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞ് ഒരു പാത്രം നിറയെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടേ. മൈനി നോക്കിയാണ് പറയുന്നതെങ്കിലും ലക്ഷ്യം തുമ്പയാണ്. തുമ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡിലൊന്നാണ് ചിക്കൻ ബ്രോസ്റ്റഡ്. തുമ്പയെ പറഞ്ഞ് കൊതിപ്പിച്ചു. ആദി വർത്തമാനം പറഞ്ഞ സമയം കളരെ ഒന്ന് വേഗം പോവാ ചേട്ടാ. ദേഷ്യത്തിൽ ആദ്യം നോക്കിയാണ് തുമ്പയുടെ പറച്ചിൽ. ഇത് കേട്ടതും തുമ്പയുടെ കാട്ടിക്കുട്ടലും കണ്ട് ആദ്യം പൊട്ടിച്ചിരിച്ചു. അപ്പം മൈന ചിരി അടക്കി പിടിച്ചു. വീട്ടിലെത്തി കാർ നിർത്തിയ പാടെ തുമ്പ കാറിൽ നിന്നിറങ്ങി കിച്ചണിലേക്ക് ഓടി. അമ്മ, അമ്മ. എന്താ മോളെ, നീ എന്തിനെങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത്? കവരി തുമ്പയുടെ മുഖത്തേക്ക് നോക്കി. ബീനാമ്മ കൊണ്ടുവന്ന സാധനം തന്നെ. കൊതിയായിട്ട് പാടില്ല. ആര് കൊണ്ടുവന്ന എന്ത് സാധനം? ഗൗരി തുമ്പയെ തുറച്ചു നോക്കിയിട്ട് തിരിഞ്ഞിരുന്നു. ചായ ഗ്ലാസുകൾ ഒഴിച്ച് തുമ്പയുടെ കണ്ണെന്ന് നനഞ്ഞു. പിന്നെ ഒന്നും മിണ്ടാതെ ഇവൾ റൂമിലേക്ക് പോയി. ആദി, വന്നേ ചായ കുടിക്കാം. തുമ്പേ, മൈനെ, വാ വന്ന് ചായ കുടിക്കേ. മഹാദേവനും എനിക്കും ചായ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഗൗരി 3 ആളെയും വിളിച്ചു. മൈനയാണ് ആദ്യം വന്നത്. പിന്നലെ ആദി. ഇന്നെന്താ ചായക്ക് സ്പെഷ്യൽ? മൈന പാത്രത്തിൽ നിന്ന് പഴംപൊരി ഒരെണ്ണം കയറിയെടുത്തു. കൂടെ ചായയും. നീയൊക്കെ എന്താടാ എന്റെ കുഞ്ഞിനോട് പറഞ്ഞു കൊണ്ടുവന്നത്? തുമ്പ വന്ന് ഇരുന്നതും ഗൗരി ആദ്യം മൈനയും നോക്കി ചോദിച്ചു. ബീനാമ്മ വന്ന് കുറച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ കൊണ്ടുവന്നു എന്നേ പറഞ്ഞോളൂ. ഞങ്ങൾ വേറെ ഒന്നും പറഞ്ഞില്ല. ആദ്യം ഒരു ചിരിയോടെ പറഞ്ഞു. കൊച്ചി അത് ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാടാ പറഞ്ഞു കൊതിപ്പിച്ചത്? എന്റെ പൊന്നു ഗൗരിമ, എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന്. ഇത് ഇങ്ങനൊരു പൊട്ടത്തിയാണെന്ന് ഞാൻ അറിഞ്ഞോ? ഇതിങ്ങനെ കൊണ്ടുവന്ന് ഞാൻ എങ്ങനെ എന്റെ കുടുംബം നടത്തും? പക്ഷേ ഞാൻ സാധനം വാങ്ങിയിട്ടേ ഇവരെ വിളിക്കാൻ പോയത്. അതുപോലും അവൾ ശ്രദ്ധിച്ചില്ല. അമ്മേ, എനിക്ക് ചായ മതി. ഞാനേ ഒന്ന് കിടക്കാൻ പോവാണേ, തലവേദനിക്കുന്നു. ആർക്കും എന്തെങ്കിലും പറയാൻ കഴിയും മുൻപ് തുമ്പ തന്റെ റൂമിലേക്ക് ഓടിപ്പോയി. ആദ്യം കയറിയുന്ന പാത്രം ടേബിളിന്റെ പുറത്ത് വെച്ചിട്ട് തുമ്പയുടെ പിന്നാലെ പടികൾ ഓടിക്കേറി. തുമ്പേ, നിൽക്ക്, ഓടരുത്. ഞാൻ പിടിച്ചാൽ അറിയാലോ. മര്യാദയ്ക്ക് നിന്നോ. തുമ്പ വാതിലടയ്ക്കും മുൻപ് ആദ്യം റൂമിനകത്തേക്ക് കയറി. തുമ്പേ, എടി ഇവിടെ നോക്ക്. ഓടി വന്നപാടെ ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്ന തുമ്പയൊന്ന് നോക്കി ആദി. പിന്നെ പോയി വാതിലടച്ച് കുറ്റിയിട്ടു. തുമ്പേ, അച്ഛനെ നോക്കിക്കേ. അവൾ കുറെ കൂടെ മുഖം പില്ലോയിൽ അമർത്തി വെച്ചു. തുമ്പപ്പൂവേ, ഒന്ന് നോക്കടാ. സോറി, അച്ഛേട്ടൻ ഇനി ഇങ്ങനെ പറ്റിക്കില്ലാതെ. നിനക്ക് ബ്രോസ്റ്റഡ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. നോക്കിക്കേ. അച്ഛൻ്റെ പൊന്നല്ലേ. ആദ്യം ചുറ്റി പിടിച്ച് മുതുകിൽ മുഖം അമർത്തി കിടന്നു. തുമ്പയ്ക്ക് വിഷമമായി എന്നോർത്തപ്പോൾ തന്നെ അവന്റെ മനസ്സ് വേദനിച്ചു. വേണ്ട വേണ്ട അച്ഛേട്ടാ. അച്ഛേട്ടനും എന്നെ പറ്റിച്ചില്ലേ, കൊതിപ്പിച്ചില്ലേ.
കണ്ണുനീര് നിറഞ്ഞ മുഖം കൈകൊണ്ടും അമർത്തി തുടച്ച് തുമ്പ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതിന് അച്ചേട്ടന്റെ തുമ്പപ്പൂവിന് ആവശ്യം വരെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, വാ നമുക്ക് പോയി കഴിക്കാം. ആദ്യം ചുറ്റിപ്പിടിച്ചു. വേണ്ട, എനിക്കങ്ങും വേണ്ട. അങ്ങനെ പറയല്ലേ പൂവേ, അച്ചേട്ടൻ എന്റെ കൊച്ചിന് ഇഷ്ടമായതുകൊണ്ടല്ലേ വാങ്ങി വന്നത്. വാ, അച്ചേട്ടന്റെ പൊന്നല്ലേ. ആദ്യ തുമ്പെ പുണർന്നു ആ നെറ്റിയിലും കണ്ണിലുമൊക്കെ അവന്റെ ചുണ്ടുകൾ പരതി. തുമ്പപ്പൂവേ, അച്ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. എന്റെ പൊന്നുമോളും വാടാ, നമുക്ക് താഴേക്ക് പോവാം. ആഗ്രഹത്തോടെ അഭിനിവേശത്തോടെ ആദ്യമുള്ള ചുണ്ടിൽ പതിയെന്ന് തൊട്ടുകൊണ്ട് പറഞ്ഞു. തുമ്പൻ ഞെട്ടിക്കൊണ്ട് ആദ്യം നോക്കി അവനെ തട്ടി മാറ്റി റൂമിന് പുറത്തേക്ക് ഓടി. നീ എന്തിനാണ് തുമ്പ ഇങ്ങനെ ഓടുന്നത്? നിന്നെ പട്ടി കടിച്ചോടി. തുമ്പ ഒന്നും വേണ്ടതെ ഗൗരിക്കരികിൽ വന്നിരുന്നു. അവൾക്ക് പിന്നാലെ ആദ്യം വന്നിരുന്നു. അവൾക്ക് അവളെ അച്ചേട്ടൻ വാങ്ങിക്കൊണ്ടുവന്ന സാധനം അങ്ങ് കൊടുക്കാമോ? ഗൗരി ഒരു പ്ലേറ്റിലൊക്കെ എടുത്തു വെച്ചു. ചായയുടെ സോസും കൊണ്ടുവന്ന് വെച്ചു. തുമ്പ വെപ്രാളത്തോടെ ഒരു പീസ് എടുത്ത് സോസിൽ മുക്കി കഴിക്കാൻ തുടങ്ങി. അവളെ കഴുപ്പ് കണ്ട് 5 ജോടി കണ്ണുകൾ മിഴിഞ്ഞു പോയി. മിനി, മഹാദേവൻ, ആദി, ഗൗരി, മൈന അന്തം വിട്ട് നോക്കിയിരുന്നു. അതിൽ ആദിയുടെ കണ്ണുകളിൽ അവളുള്ള വാത്സല്യത്തോടൊപ്പം പ്രണയവും നിറഞ്ഞു. ഇതൊന്നൊരു കഴിപ്പാണ് തുമ്പേ. 3-4 ഇഡ്ഡലി നീ തികച്ചും കഴിക്കില്ല. ഇപ്പോ ഇത് നീ എങ്ങനെ കഴിച്ചു കുഞ്ഞേ? ആക്രാന്തം കഴിച്ചിട്ട് തളർന്നു മൈനയുടെ മടിയിൽ കിടക്കുന്നവൾക്ക് ഇഞ്ചി കട്ടനമായിട്ട് വന്ന മിനി ചോദിച്ചു. അത് കേട്ട മഹാദേവനും ചിരിച്ചു പോയി. ആദ്യമായിട്ട് എവിടെ പോയി തുമ്പേ? നിന്നോട് പറഞ്ഞു. അപ്പോ നീ കുളിക്കുമായിരുന്നു. ആ ചേട്ടൻ വീട്ടിൽ പോയതാണ്. ഇന്ന് അവിടെയാണെന്ന് പറഞ്ഞു. വസുന്ധരാമ്മ വന്നിട്ടുണ്ട്. അങ്ങനെ പോയതാണ്. അയ്യോ, ആ സാധനമൊക്കെ വരുമ്പോ ആണ് തലവേദന. അങ്ങനൊന്നും പറയില്ലേ മൈനെ, വയസ്സായ അമ്മൂമ്മയല്ലേ. തുമ്പ അവളോട് പറഞ്ഞു. വയസ്സായ പോലെയാണോ സ്വഭാവം? സഹിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? അവരെ നന്നാക്കാനൊന്നും നമുക്ക് പറ്റൂല. അതുകൊണ്ട് അതേക്കുറിച്ച് പറയുകയും വേണ്ട. കുഞ്ഞു വായിൽ വലിയ വർത്തമാനം പറയരുതെന്നും മൈനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഹി പറഞ്ഞതോടെ മൈന വായി പൊട്ടി. അതല്ലെങ്കിലും അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് മറുവാക്കില്ല. തുമ്പമോളെ. മഹി അവളുടെ കാൽപാദത്തിൽ തലോടിക്കൊണ്ട് വിളിച്ചു. എന്താ ചേ? തുമ്പയൊന്ന് കൊഞ്ചി. ഇനിയെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെന്ന് പറഞ്ഞു വയറ് അറിയാതെ കഴിക്കരുത് കേട്ടോ. ഒന്നുമില്ലെങ്കിലും വയറ് നിന്റെ അല്ലേ മോളെ. മഹി ചിരി അടക്കി പിടിച്ച് തുമ്പയോട് പറഞ്ഞു. അച്ഛയും കളിയാക്കുവാ അമ്മ? തുമ്പ ഗൗരിയെ നോക്കി ചുണ്ടു ചുളക്കി. ദേ മഹിയേട്ടാ, എന്റെ മോളെ കളിയാക്കലുണ്ടല്ലോ. ഗൗരി മഹിയെ നോക്കി കണ്ണുകൊട്ടി. മഹി പിള്ളേർക്ക് വയസ്സ് 18 ആകാൻ പോകുന്നു. ജാതകം ഇതുവരെയും എഴുതിച്ചില്ലല്ലോ. മിനി മഹാദേവിനോട് പറഞ്ഞു. എന്റെ അമ്മയും ഇപ്പോഴും അതൊക്കെ നോക്കുന്നവരുണ്ടോ? അതൊക്കെയുണ്ട്. കുഞ്ഞാറ്റയ്ക്ക് ജാതകം എഴുതിച്ചാ അവിടെ പോയി ഇവർക്കും എഴുതണം. മഹാദേവനും പറഞ്ഞതോടെ പിന്നെ ആരും എതിരൊന്നും പറഞ്ഞില്ല. ഉടനെ എഴുതിക്കാമെന്ന് മഹി സമ്മതിച്ചു. അച്ഛനും അമ്മയും ശംഭുവാങ്ങളിന്റെ വീട്ടിൽ പോയി സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? നീ പ്രപ്പോസ് ചെയ്തപ്പോ നിന്നോട് ആദ്യക്ക് മലയാളത്തിലല്ലേ പറഞ്ഞത് അവന് മറ്റൊരു റിലേഷൻ ഉണ്ടെന്ന്? പിന്നെ വീണ്ടും അവന്റെ അച്ഛനോട് പോയി എന്ത് സംസാരിക്കാനാണ് അലി നീ പറയുന്നത്? ഒന്ന് പോയി സംസാരിക്കാൻ സിദ്ധുവേട്ടാ. നടന്നാൽ നല്ലതല്ലേ. നമ്മുടെ മോളും 3-4 വർഷം കഴിഞ്ഞാൽ ഒരു ഡോക്ടറല്ലേ. അപ്പോ അവര് സമ്മതിച്ചാലോ? ഇത് അറയ്ക്കൽ തറവാട്. ഇപ്പൊ സംസാരിച്ചത് സിദ്ധുവും ദീപയും. മകൾ അഹല്യ എന്ന അല്ലിയും. വാശിയും ദേഷ്യത്തിനും അല്ലിയോളം ആരും ഉണ്ടാവില്ല. വാശി പിടിച്ച് എന്ത് നേടിയെടുക്കാൻ മിടുക്കിയാണ് അവൾക്കിപ്പോൾ. ആദ്യയുടെ പ്രേമം അത് പറഞ്ഞപ്പോൾ തന്നെ ചെക്കൻ തട്ടിക്കളഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ വീട്ടുകാരെ കൂട്ടി പോകാൻ നിൽക്കുന്നത്. പോയില്ലെങ്കിൽ എന്തൊക്കെ കാണിച്ചു കൊട്ടുമെന്ന് ഭയന്നാണ് ദീപയും സിദ്ധുവും ഇരിക്കുന്നത്. ഞാൻ വരില്ല ദീപേ. അവനൊരു ഇഷ്ടമുണ്ടെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും ഇങ്ങനെ പിന്നാലെ പോകാൻ ഈ ലോകത്ത് വേറെ ആൺപിള്ളേരില്ലേ അല്ലേ? അത് മാത്രം നിനക്ക് 19 വയസ്സാകുന്നതേ ഉള്ളൂ. നീ പഠിക്ക്. എന്നിട്ട് നമുക്ക് നല്ലൊരു ബന്ധം നോക്കാം. നിർത്തച്ച. ആ ടേബിളിരുന്ന ഫ്ലവർ പോട്ട് എടുത്ത് ചുമരിൽ പതിപ്പിച്ച് ടിവിയിലേക്ക് ആഞ്ഞെറിഞ്ഞു. പിന്നെ തലമുടിയിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് അലറി വിളിച്ചു. അമ്മ അച്ഛനോട് പറയേ, എനിക്ക് ആദ്യേട്ടനെ വേണമെന്ന് പറയമ്മാ. മോളെ അല്ലേ? അമ്മ പറയാം അച്ഛനോട്. ഞങ്ങൾ പോകാം, പോയി സംസാരിക്കാം. നീ ഇങ്ങനെ ബഹളം വയ്ക്കില്ലേ കുഞ്ഞെ? അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ ദീപ. ആദ്യം കുറച്ച് കുഞ്ഞായിരിക്കുമ്പോൾ അവളോട് പറയാൻ തോന്നിയ നിമിഷത്തെ പിന്നെ അവനെ നേരിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത ദിവസത്തേക്ക് ആത്മാർത്ഥമായി ദീപ വെറുത്തുപോയി. സിബേട്ടാ, ഇനിയിപ്പോ എന്താ ചെയ്യുക? ആദ്യം ഇപ്പോഴും ആ റിലേഷനിലാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല. ഒക്കെ ഉണ്ടാക്കി വെച്ചത് നീയാണ്. നേരത്തെ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും. കോടതിയിൽ പ്രതികളെ വിറപ്പിക്കുന്ന വലിയ വക്കീലല്ലേ, ഇത് നേടിയെടുക്ക്. ദീപയോട് പറഞ്ഞിട്ടും തിരിഞ്ഞ് പുറത്തെ കട്ട പിടിച്ച ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു സിറ്റു. അപ്പോഴവന്റെ കണ്ണുകൾ നിറഞ്ഞതും തന്റെ പൊന്നുമോളെ കുറിച്ച് ഓർത്ത്. ഒരിക്കലും കിട്ടാൻ ഇടയില്ലാത്ത അവളുടെ പ്രണയത്തെ ഓർത്ത്. കാരണം സിറ്റുവിന് ഉറപ്പായിരുന്നു ആദ്യം ഒരിക്കൽ പറഞ്ഞ വാക്കിലും കടകിട മാറുന്നവനല്ലത്. എന്തും പറയും മുൻപ് ചെയ്യും മുൻപും 1000 വട്ടം കൂട്ടിയും കേശുമൊക്കെ ചിന്തിച്ച് അവനൊരു തീരുമാനത്തിലെത്തും. അതിൽ അവൻ ഉറച്ചു നിൽക്കുകയും ചെയ്യും. ഓരോന്നും ഓർത്തുനിന്ന് നിറഞ്ഞ കണ്ണുകൾ അടച്ച് കണ്ണുനീരെ പുറത്തേക്ക് തെറിപ്പിച്ചു സിതു. തുമ്പേ, എന്താ ചേട്ടാ?
പഠിച്ചു കഴിഞ്ഞോ അച്ഛൻ്റെ തുമ്പ? അയ്യേ, എന്തിനാ എപ്പോഴും എപ്പോഴും അച്ഛൻ്റെ തുമ്പയെന്ന് പറയുന്നത്? ഇനി വെറും തുമ്പയെന്ന് പറഞ്ഞാൽ മതി. എന്നെ മൈനയും കുഞ്ഞാറ്റ ചേച്ചിയും ഒക്കെ കളിയാക്കുക. എന്തിനാ കളിയാക്കുന്നത്? വെറും തുമ്പേ. ദേ അച്ചേട്ടാ, വേണ്ട കേട്ടോ, എനിക്ക് ദേഷ്യം വരുവേ. അച്ചടാ, വെറും തുമ്പയ്ക്ക് ദേഷ്യം വരും അല്ല പൊനെ. ഞാൻ മിണ്ടൂല, അല്ലെങ്കിലും അച്ചേട്ടൻ എന്നെ എപ്പോഴും വല്ലാത്ത കളിയാക്കലാണ്. മുഖവും ചുണ്ടും കൂർപ്പിച്ചു വെച്ച് പിണങ്ങിയിരിക്കുന്ന പെണ്ണിനെ കാണി അവൻ അവളെ ഒന്നാക്കും മുത്തി ചൂപ്പിക്കാൻ തോന്നി. ഈശ്വര, ഈ പെണ്ണ് എന്നെ ചീത്തയാക്കും. 18 തികയുന്ന അന്ന് ഞാൻ നിന്റെ ഈ കൂർപ്പിച്ച ചുണ്ടിൽ ഉമ്മ വെച്ചിരിക്കും തുമ്പപ്പൂവേ. ആദ്യം മനസ്സിലോർത്തുകൊണ്ട് ആ കൂർപ്പിച്ചു വെച്ച ചുണ്ടിൽ നിന്ന് കുട്ടി വേദനിച്ചു. അച്ചേട്ടാ, നിറഞ്ഞ കണ്ണോടെ ആദ്യം നോക്കി തുമ്പ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ചുണ്ടിങ്ങനെ കൂർപ്പിച്ചു വെക്കരുതെന്ന്? അപ്പോ നീ കേടിക്കില്ല. എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ വേണ്ടി നീ വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കും അല്ലേ? തന്റെ മനസ്സിലിരിപ്പ് തുമ്പ അറിയാതെ ഇരിക്കാൻ കാലപ്പെട്ടുകൊണ്ട് ആദ്യം പറഞ്ഞു. സോറി, പോട്ടെ. ഇനി ആ ചേട്ടൻ എന്റെ തുമ്പെ നോവിക്കില്ല കേട്ടോ. മനഃപൂർവ്വമല്ല. ആ ചേട്ടൻ ശീലിച്ചു പോയണ്ട, ഇനി ശ്രദ്ധിച്ചോളാം. അവളെ ചെറുതായി ചുവന്നതടിച്ച ചുണ്ടിൽ പതിയൊന്നും വിരൽ കൊണ്ട് തഴുകി ആദ്യം പറഞ്ഞു. അച്ചേട്ടാ, എന്താടാ? അച്ഛന് തുമ്പപ്പൂവേ. തുമ്പക്ക് ഉറപ്പിച്ചു നോക്കാൻ വന്നതും ആദ്യയുടെ നോട്ടം കണ്ട് കൊച്ചു നിഷ്കുവായി ഒരു ചിരിച്ചിരിച്ചു. അതുണ്ടല്ലോ അച്ചേട്ടാ, എന്നോട് എന്താ ചോദിക്കാൻ വന്നത്? കുഞ്ഞി പിള്ളേരെ പോലെ അവന്റെ തോൾ ചാഞ്ഞു കിടന്ന് കൈവിരൽ പിടിച്ച് കളിച്ചുകൊണ്ട് തുമ്പ ചോദിച്ചു. അതോ, വേറൊന്നുമില്ല. നാളെ കോളേജിൽ പോകണ്ടല്ലോ, അപ്പൊ നമുക്ക് നാളെ നീലാറ്റിൻകര അമ്പലത്തിൽ പോകാമോ? വേറെ തടസ്സമൊന്നുമില്ലല്ലോ. പോകാ ചേട്ടാ, ഒരു തടസ്സമില്ല. പുഞ്ചിരിയോടെ പറയുന്ന പെണ്ണിന്റെ കവളിന് കണ്ണാടിൽ തിളക്കാമായിരുന്നു. ആ നിമിഷം അതവനെ പ്രണയത്തിന്റെ ഉന്മാദ ഭാവങ്ങൾ എത്തിക്കുമെന്ന് അവൻ എഴുന്നേറ്റു. പൂവാണോ ചേട്ടാ? പൂവ, കുറച്ച് ജോലിയുണ്ട്. അച്ഛൻ്റെ തുമ്പപ്പൂവ് പഠിച്ചോ? ഞാനേ അച്ചേട്ടാ പഠിക്കുവല്ലായിരുന്നു, പിന്നെ പടം വരയ്ക്കുമായിരുന്നു. നോക്കിക്കേ, അവൾ വരച്ച മനോഹരമായ ചിത്രം, അതും ചിലങ്ക കെട്ടിയ കാലുകൾ. ഇതെന്താ ചിലങ്കയൊക്കെ? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചിലങ്ക. അച്ഛൻ്റെ തുമ്പപ്പൂവിന് ഡാൻസ് പഠിക്കണോടാ? അതൊന്നും വേണ്ട, പക്ഷേ ഇതിങ്ങനെ വരയ്ക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. എന്നാൽ അച്ഛൻ്റെ പൂവ് വരച്ചു. അവളെ നിറയ്ക്കുന്ന ചുണ്ട് ചേർത്ത് പറഞ്ഞിട്ട് ആദി അവളെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. സെറ്റിലിരുന്ന് ലാപ്ടോപ്പ് കയ്യിലെടുത്തു. ആദി, ഇന്ന് നേരത്തെയാണോടാ? ഇല്ല മഹിപ്പ, വന്നിട്ടേ ഉള്ളൂ. ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാണ് മഹി. പിന്നെ ആദ്യമായി സംസാരിച്ചിരുന്നു. മഹിപ്പ, നാളെ ഞാനും തുമ്പയും കൂടെ നീലാറ്റിൻകര അമ്പലത്തിൽ പോകുവേ. എപ്പോഴാടാ പോകുന്നേ? രാവിലെ പോകും, അതാണ് നല്ലത്. വൈകിട്ടായാൽ കാവിൻ്റെ ഉള്ളിൽ അങ്ങിടും. നീ മോളോട് ചോദിച്ചോ ആദ്യം പോകാൻ പറ്റുമെന്ന്? രണ്ടാൾക്കും ചായയുമായി വന്ന ഗൗരി ചോദിച്ചു. പറ്റും ഗൗരിമ, ഞാൻ ചോദിച്ചിരുന്നു. സൂക്ഷിച്ചു പോയിട്ട് വേണം കേട്ടോ. ഗൗരി ഒരമ്മയുടെ ആഗ്രഹത്തോടെ പറഞ്ഞു. അല്ലെങ്കിലും ഈ ഗൗരിമയ്ക്ക് സ്ഥിരമുള്ളതാണ് മഹിബെ. ഹോസ്പിറ്റലല്ലാതെ എവിടെ പോകാൻ ഇറങ്ങിയാലും ഉള്ളൊരു പേടി. അതൊക്കെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളാകുമ്പോൾ അവരെവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ നീ ഇതുപോലെ അറിയാതെ ഇതൊക്കെ പറഞ്ഞോളും. ഇല്ല മഹിയേട്ടാ. ഗൗരി ആദ്യോട് പറഞ്ഞിട്ട് മഹിയെ നോക്കി ചോദിച്ചു. ഒക്കെ ശരിയാണ്. അല്ലടാതി, നിന്റെ അമ്മമ്മ ഈ തവണ വന്നിട്ട് തിരികെ പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോടാ. മഹി ഒരു ചീരിയോടെ ചോദിച്ചു. എന്താണെന്നറിയില്ല മഹിപ്പ, നാളെ അങ്ങോട്ട് ചെല്ലണമെന്ന് കട്ടായം പറഞ്ഞിരിക്കുവാണ്. എന്നോടും അങ്ങോട്ട് ചെല്ലാൻ ശംഭുവും പറഞ്ഞു. കാര്യം പറഞ്ഞില്ല. അത് നമുക്ക് നാളെ അറിയാലോ മഹിപ്പ. ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ആദ്യം മഹിയുടെ മടിയിൽ ചാഞ്ഞു കിടന്നു. ഗൗരിയുടെ മടിയിൽ കാലും എടുത്തു വെച്ചു. ആ സമയം സൗമ്യ കുഞ്ഞാറ്റിയെ പ്രസവിക്കാൻ പോയപ്പോൾ 3.5 വയസ്സുകാരൻ ആദിയായിരുന്നു. മഹിയുടെ കൈവിരലുകൾ അവന്റെ തറയിൽ തലോടിക്കൊണ്ടിരുന്നു. ആ സുഖത്തിൽ ആദിയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. രാവിലെ തന്നെ തുമ്പ അമ്പലത്തിൽ പോകാൻ റെഡിയായി. ഒരു സെറ്റിന്റെ പട്ടുപാവടയും ഉടുപ്പുമായിരുന്നു വേഷം. തലമുടി കുളിപ്പിന്നിലിട്ടു അയച്ചിട്ടിരുന്നു. ആദിക്കും തുമ്പയെ ഇങ്ങനെ കാണാനായിരുന്നു ഒത്തിരി ഇഷ്ടം. കുഞ്ഞുനാളിൽ 3 പേരും കൂടെ അമ്പലത്തിൽ പോകുമ്പോൾ തുമ്പയെ കുഞ്ഞു പാവാടയും ഉടുപ്പും ഇടിവിച്ച് ആദ്യം അതുപോലെ മൈനിയെ പാവാട ഇടിപ്പിക്കാൻ ശ്രമിച്ചാൽ കാല് വിളിച്ച് തിരിച്ചു വെക്കും. എന്നിട്ട് കുഞ്ഞി ട്രൗസറും ബേനിയനും ഇട്ടുവരും. പെണ്ണ് അതിപ്പോഴും മാറ്റമൊന്നുമില്ല. അമ്പലത്തിൽ പോക്ക് തീരെ ഇല്ലാതായി. മൈനയ്ക്ക് പോകാമാ ചേട്ടാ, ഞാൻ റെഡി. മുഖത്താകെ ഒരു കല്ലിന്റെ പൊട്ട് മാത്രമേ ഉള്ളൂ എങ്കിലും തുമ്പപ്പൂവ് സുന്ദരിയായിട്ടുണ്ട്. ഓർത്തപ്പോൾ ആതിര ചുണ്ടിൽ ചിരി വീഴിഞ്ഞു. എന്തിനാ ചേട്ടൻ എന്നെ നോക്കി ചിരിക്കുന്നേ? കൊള്ളൂലേ ഈ ഡ്രസ്സ്? സ്വയം ഒന്ന് നോക്കിക്കൊണ്ട് തുമ്പ ആദ്യം നോക്കി ചോദിച്ചു. പിന്നെ കൊള്ളാതെ. അച്ഛൻ്റെ തുമ്പ സുന്ദരിയല്ലേ എൻ്റെ കുഞ്ഞിപ്പൂവ്. ആദ്യയുടെ കണ്ണുകളിൽ അടക്കാൻ കഴിയാത്ത പ്രണയം നിറഞ്ഞു. പോവാം അച്ചേട്ടാ, സമയമായി. വന്നിട്ട് അച്ഛന് അങ്ങേ വീട്ടിൽ പോവണ്ടേ? പോകാം വാ. അവളുടെ കൈ കോർത്തി പിടിച്ച് ആദ്യം ഹാളിലേക്ക് വന്നു. എല്ലാവരുടെയും യാത്ര പറഞ്ഞിറങ്ങി കാറിലാണ് പോയത്.